നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ നിർണായകമായുള്ളൊരു വഴിത്തിരിവിനനുസരിച്ചുള്ളൊരു പാഠ്യപദ്ധതിയെ ചേരുവാനോ, മറ്റു ചിലർക്ക് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ചിലർക്കെല്ലാം ജോലി നഷ്ടപ്പെടുവാനുള്ള സൂചന ലഭിക്കുന്നത് വഴി മറ്റ് ജോലികൾക്കെല്ലാം അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി വികസിത രാഷ്ട്രത്തിൽ, പ്രത്യേകിച്ചും തണുപ്പ് രാജ്യത്തിൽ താമസിക്കുന്നവർ ഒരു പക്ഷേ ജന്മനാട്ടിലേക്ക് സ്ഥിരതാമസമാക്കിയാലോ മറ്റ് സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് അപേക്ഷകൾ നൽകിയാലോ എന്ന തോന്നലോടുകൂടി ജീവിത പങ്കാളിയിൽ ആരെങ്കിലും ഒരാൾ അതിനുവേണ്ടി അപേക്ഷകൾ നൽകുകയും അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഭാവിയിലേക്ക് പതുക്കെ കണ്ട 6-7 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനൊരു പൂർണ്ണമായുള്ള രീതിയിൽ മാറി താമസിക്കാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പിതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി പിതാവിന് ആശുപത്രിവാസം വേണ്ടിവരും. അതിനൊപ്പം തന്നെ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ആശുപത്രിയിൽ. പക്ഷേ 1-2 ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഇരുന്നും കൊണ്ട് ജോലിയുടെ ഒരു വിഹകമായിട്ടുള്ള വീക്ഷണം ചെയ്തുകൊണ്ട് ജോലിയിൽ നിന്നും തടസ്സപ്പെടാതെ തന്നെ പിതാവിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ രക്ഷിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും പ്രാഥമിക സംഖ്യ വാങ്ങി കരാർ എഴുതുവാനും സാധ്യത കാണുന്നതുമുണ്ട്. നിഗമനങ്ങൾ പലതും ശരിയാണെന്ന് തോന്നലുണ്ടാകുമെങ്കിൽ പോലും എന്തുകൊണ്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടാൽ ഗുണകരമായി തീരുകയില്ല എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും വരും വരായികകളും പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ശരിയാവോ എന്നുള്ളതും ചിന്തിക്കാതെ യാതൊരു കാരണവശാലും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുകയോ സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് ഗുണകരമായി തീരുകയില്ല. ഒരു പക്ഷെ വൻ പരാജയം പോലും ഉണ്ടായിത്തീരുവാൻ സാധ്യതയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ ഇനി മുതൽ അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നത് വഴി ക്രിയാത്മകമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ കാഴ്ചവയ്ക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും ഗുണകരമായി തീരും. ഇതിൻ്റെ പൂർണ്ണമായിട്ടൊരു രൂപരേഖയും പദ്ധതിയും ജനുവരി മുതൽ തന്നെ അവലംബിച്ചിരുന്നു. ഫെബ്രുവരി മാസത്തിൽ സ്വല്പം കൂടി ആത്മവിശ്വാസം വർദ്ധിക്കും. ഇതിൻ്റെ ഒരു പരിണത ഫലം ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അധപ്പതിച്ച് കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അഹോരാത്രം പ്രവർത്തനം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപരിപഠനത്തിന് അനുസൃതമായിട്ടൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗത്തിൽ അശുഭ ചിന്തകൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ളൊരു അവസരം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. വേണ്ടപ്പെട്ടവരുടെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനോ അതിനുവേണ്ടി പ്രയത്നിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഉദര നീർദോഷ കഫരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ഇടവരുമെങ്കിൽ പോലും പ്രകൃതി ജീവൻ ഔഷധ രീതികളും വ്യായാമ മുറകളൊക്കെ തന്നെ അനുവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും രോഗശമനവും വന്നു ചേരുവാൻ ഇടയുണ്ട്. ദേഹത്തിന് പലവിധത്തിലുള്ള തളർച്ചകളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഉഷ്ണം കൊണ്ടായിരിക്കാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതൊന്നും അല്ല, ദേഹത്തിൻ്റെ ക്രമീകരണങ്ങളിൽ അപാകതകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തി അതിനുവേണ്ട ഒരു ചികിത്സാക്രമം തന്നെ അനുവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഒരു 6 മാസത്തെ ക്രമീകരണം വേണ്ടിവരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടുള്ള ജോലികളെല്ലാം ഒഴിവാക്കേണ്ടി വരും. എന്നാൽ ആ സ്ഥാപനത്തിൽ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാനും
15 ദിവസം ഗൃഹത്തിലിരുന്നു കൊണ്ട് 15 ദിവസം സ്ഥാപനത്തിൽ ചെന്ന് അവിടെ അങ്ങനെയുള്ള ജോലിക്ക് ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുതിയ ഗൃഹം വാങ്ങിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുമെങ്കിൽ പോലും അതിന് പണം മുതൽ മുടക്കുന്നത് പലപ്പോഴും വൃഥാവിലായിത്തീരുമോ എന്ന തോന്നലോടുകൂടി തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന പലരുടെയും വിചാരിച്ച പോലെ നേട്ടമില്ലാത്തത് കൊണ്ട് ചിലതിൽ നിന്നെല്ലാം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തായാലും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചില രീതിയിൽ ദുഷ്കീർത്തികൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് രേഖാപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അബദ്ധമായി തീരുവാൻ ഇടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാഹചര്യം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ 2023 പകുതിയിൽ തന്നെ തുടങ്ങി വെച്ചതായുള്ള പദ്ധതികളായിരിക്കാം. ക്രമാനുഗതമായുള്ള പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും എന്നുള്ളതിലുപരി ഒരു പക്ഷേ ഇനിയൊരു ദീർഘകാല പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുവാനോ ഏറ്റെടുക്കുവാനോ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും പഠിക്കാൻ തക്കവണ്ണം ഭാവിയിലേക്ക് ഏറ്റവും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി കുടുംബഭാരവും ഒക്കെ ശരി എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. ഇന്നത്തെ കാലത്ത് ജോലിയോടൊപ്പം പഠിക്കാം, പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യാം, എവിടെ ഇരുന്നിട്ടും പരീക്ഷ എഴുതാം എന്നുള്ളൊരു തോന്നലോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇന്നത്തെ നിലയിൽ. ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ളൊരു കഴിവ് ഏതൊരു വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കം. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധാരാളം അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുന്നത് വഴി എല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്ന ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കാൻ അവസരം വന്നു ചേരും. വിശ്രമമൊക്കെ വളരെ കുറവായിരിക്കും. എന്നിരുന്നാൽ പോലും അതൊരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾക്കും രാജകീയ അംഗീകാരത്തിന് വഴിയൊരുക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ അവസരം വന്നു ചേരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ അവസരം വന്നു ചേരും. സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി പലവിധത്തിലുള്ള മിഥ്യാധാരണകളെയും ഒഴിവാക്കുവാൻ സാധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗം മാറ്റത്തിനോ സാധ്യത കാണുന്നുണ്ട്. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അമിത വേഗതയിലുള്ള വാഹനോപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ ഇതെല്ലാം മാറ്റിവെക്കുന്നത് വൻ അപകടങ്ങളെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. മാർച്ച് മാസത്തിൽ അവധി ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവുള്ളത് കൊണ്ട് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാം എന്ന വാഗ്ദാനം മാതാപിതാക്കളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ഭാഗമായിട്ട് ഒരു പക്ഷെ ചില കാര്യങ്ങൾക്ക് ചില ചുമതലകളെല്ലാം കീഴ് ജീവനക്കാരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളും ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ വിഹക വീക്ഷണവും വേണ്ടി വരുവാൻ ഇടയുണ്ട്. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ രൂപരേഖ പൂർണ്ണമായിരുന്നു. പ്രത്യേക അനുമതിയോടുകൂടി ഉടമസ്ഥരുടെ പ്രത്യേക അനുമതിയോടുകൂടി തുടക്കം ജനുവരി തന്നെ തുടങ്ങിയിരുന്നു. ഒന്നുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തന തലത്തിലെത്തിക്കുവാൻ ഫെബ്രുവരി മാസത്തിൽ സാധ്യത കാണുന്നുണ്ട്. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ
അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ആധുനിക സംവിധാനത്തോടുകൂടിയതായുള്ള കൃഷി രീതികളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം അഥവാ കൃത്യമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുവാനിട വരുമെങ്കിൽ പോലും ചിലരിൽ നിന്നും ചില അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാനിട വരും. എന്നാൽ കുടുംബഭാരം, ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ഇവയെല്ലാം തന്നെ അവരെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ മകയിര നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പലപ്പോഴും മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് പരിശ്രമിക്കുന്നു, അതൊന്നും വേണ്ട വിധത്തിൽ പ്രാവർത്തികമാവുന്നില്ല എന്നൊരു മനസ്സിന് ഒരു ആശങ്ക, ഒരു ആകപ്പാടുകൂടി സമാധാനക്കേടൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മാസത്തിൽ അതിന് തക്കവണ്ണമുള്ളൊരു തൊഴിൽ ക്രമീകരിക്കാനോ ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുവാനോ അതല്ല എങ്കിൽ സ്ഥാനമാറ്റത്തോടുകൂടി സ്ഥാനക്കയറ്റത്തോടുകൂടി ഇതായിട്ടുള്ളൊരു സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി ഗൃഹം കിട്ടാൻ തക്കവണ്ണമുള്ളൊരു ജോലി കിട്ടുവാനോ സാധ്യതയുള്ളത് കൊണ്ട് വളരെയധികം ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിട വരും. വേറെ ചിലർക്ക് പിതാവിന് അസുഖങ്ങൾ വന്നു ചേരുകയും ആശുപത്രിവാസം വേണ്ടിവരും. ഒരാഴ്ച പോലും അവിടെ അവധിയെടുത്തുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം ആശുപത്രിയിൽ തന്നെ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്ന ചിലർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ചില അപാകതകളെ കൊണ്ട് ഒരുപക്ഷെ ഭക്ഷ്യവിഷബാധ ഏൽക്കുക, അല്ലാത്ത പക്ഷം വിമ്മിഷ്ടം സ്വസ്ഥതകേടുകളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. എന്തായാലും പ്രകൃതി ജീവന ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇതിന് ഉപോത്ബലകമായി തീരുവാൻ യോഗം കാണുന്നതുമുണ്ട്. ഒരു വർഷമായിട്ട് കർമ്മമണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നു. ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ഉദ്യോഗസ്ഥരുടെ നിഷ്കർഷയോടുകൂടിയതായുള്ള പ്രവർത്തന ശൈലിയും വളരെയധികം ഗുണകരമായിട്ട് തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ പുതിയതായിട്ടുള്ള ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം തുടങ്ങുവാനും അതിൻ്റെ ചുമതലകൾ പോലും ഏറ്റെടുത്തുകൊണ്ടോ അവലംബിച്ചോ വേറെ ജോലിക്കാരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പദ്ധതികൾ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഫെബ്രുവരി മാസത്തിൽ പൂർത്തീകരിക്കുവാനും ഒരുപക്ഷെ അതിൻ്റെ പണം ലഭിക്കുക സ്വല്പം കാലതാമസം ഉണ്ടായി എന്നും വരാം. ഫെബ്രുവരി മാസത്തിൽ തന്നെ ലഭിക്കേണ്ടതായിരുന്നു, മാർച്ച് മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നതുമുള്ളൂ. കഴിഞ്ഞ ഡിസംബർ മാസത്തിലോ ഓണക്കാലത്തോ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഈ മാർച്ച് ഏപ്രിൽ മാസകാലങ്ങളിലൊക്കെ തന്നെ ജന്മനാട്ടിലേക്ക് വരുവാനായിട്ട് അവധി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വേറെ ചിലർ ഇനിയും അവധി ലഭിക്കാത്ത പക്ഷം പദ്ധതികൾ പിന്നെയും ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലി രാജിവയ്ക്കുവാനായിട്ട് തീരുമാനിക്കുകയും കമ്പനിയിൽ നിന്നും അനുമതികളൊന്നും ഇല്ലെങ്കിൽ പോലും അപേക്ഷ നൽകിക്കൊണ്ട് ജന്മനാട്ടിലെത്തിച്ചേരാൻ തക്കവണ്ണം തയ്യാറാകുവാനും സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള വിളകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതിൻ്റെ വെളിച്ചത്തിൽ ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ ഒരുപക്ഷെ ആധുനിക സംവിധാന പ്രകാരം കുറച്ച് സ്ഥലത്ത് പുതിയ സംവിധാന പ്രകാരം കൃഷി രീതികൾ അവലംബിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിത്തീരും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മാർച്ച് ഏപ്രിൽ മാസക്കാലങ്ങളിൽ നടക്കുന്ന പരീക്ഷകളിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ തക്കവണ്ണം വിദ്യാർത്ഥികൾക്ക് മിക്കവർക്കും ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. പുനഃപരീക്ഷയിലും അനുകൂലമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ അതിലെല്ലാം തന്നെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ
ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഭരണ പരിഷ്കാരം, ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ, ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടുള്ളൊരു സംവിധാനം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുമിത്രാദികളോടൊപ്പം മാർച്ച് മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ നേതൃത്വ സ്ഥാനം വഹിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും അതൊരു ആഹ്ലാദപരമായുള്ള രീതിയിൽ തന്നെ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. അസ്ഥി, നാഡി, വാതരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യമുള്ളവർക്ക് ഈ ഒരു മാസത്തിൽ സ്വല്പം വർദ്ധിക്കുവാനും അതിനുള്ളൊരു നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ ചില ആധുനിക ചികിത്സാ രീതികൾ പോലും കൂട്ടത്തിൽ വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധ്യത കാണുന്നു. പല വിധത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കി ഉദ്ധരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം 2025 സ്വല്പം നഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങളെല്ലാം ഒഴിവായി പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഇനി മുതൽ മക്കൾ നിർദ്ദേശിക്കുന്ന വിധത്തിൽ മക്കളോടൊപ്പം താമസിച്ചുകൊണ്ട് ജീവിതം നയിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുവേണ്ടി ക്രമീകരിക്കുവാനും, മാസങ്ങൾക്ക് ശേഷമേ ഇതിനുള്ള തയ്യാറെടുപ്പ് ആണെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്, തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തനം തുടക്കം കുറിക്കുവാനിടവരും. പൊതുജന ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ അവസരം വന്നു ചേരും. പക്വതയോടുകൂടിയതായിട്ടുള്ള സമീപനം പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ളൊരു സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും, അവലംബിക്കും. പക്ഷെ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ഈ മാസത്തിൽ പഠനമൊക്കെ പൂർത്തീകരിക്കും, എന്നാൽ ജോലി ലഭിക്കുമോ എന്നൊരു ആശങ്ക പലപ്പോഴും വർദ്ധിക്കുവാനിടയുണ്ട്. ഒരു പക്ഷേ പാർട്ട് ടൈം ജോലി മാത്രമാണ് ഈ മാസത്തിൽ ലഭിക്കുകയുള്ളൂ. സ്ഥിരമായിട്ടൊരു ഉദ്യോഗം എന്നൊക്കെ പറയുന്നത് മെയ് ജൂണൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാൽ പോലും നിലവിലുള്ള രാജ്യത്തിൽ തുടരുക തന്നെ ആയിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക രൂപരേഖകളൊക്കെ തയ്യാറാക്കുമെങ്കിൽ പോലും പണം മുതൽ മുടക്കുന്നതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം ലഭിക്കുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ തൽക്കാലത്തേക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ പിന്മാറി ഈ പ്രസ്ഥാനം പൂർണ്ണമായുള്ള രീതിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടവരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ
അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും പല പ്രകാരത്തിലും അബദ്ധമായി തീരുവാൻ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുമാണ്. ഇതാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.